ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ ഒരു സീരീസിൽ പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പഠിക്കാൻ പോണത്. അതിൻ്റെ പേരാണ് ഗോലാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ ഈ കാണുന്ന golang.org എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. 2009 ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 21st സെഞ്ച്വറിയിലെ സി ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കമ്പൈൽഡ് ലാംഗ്വേജ് അതായത് C++ൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് പെർഫോമൻസും എന്നാൽ കോഡിങ് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ടൈപ്പ് ഒരു ലാംഗ്വേജാണ് ഗോലാങ്. അതായത് അതിൻ്റെ സിൻടാക്സുകളൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി C++ ഒക്കെ അത് ജാവ ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണ്. കീവേഡ്സൊക്കെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്യുവർ ബിഗിനർ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല. ഓൾറെഡി കുറച്ച് പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, നിങ്ങളിപ്പോൾ Node.jsലോ അല്ലെങ്കിൽ പൈത്തണിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറ്റ് പ്രസൻറ്റ് വളരെയധികം പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജാണ്. ഇപ്പോൾ ബാക്ക് എൻഡ് പ്രോഗ്രാമിങ്ങിൽ നിങ്ങളിപ്പോൾ APIസോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനോ ഒക്കെ ഇൻ ഫ്യൂച്ചറിൽ ഒരുപാട് പോസിബിലിറ്റീസ് വരാൻ ചാൻസ് ഉള്ള ഒരു ലാംഗ്വേജാണ് ഗോലാങ്. അപ്പോൾ വലിയ വലിയ കമ്പനീസ് ഓൾറെഡി ഇത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പല കമ്പനീസിലും ജാവ അല്ലെങ്കിൽ പൈത്തൺ അങ്ങനെ പല ലാംഗ്വേജസിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അവർ ഗോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗോ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഒരു അഡ്വാൻറ്റേജ് നമുക്കൊരു മിനിമൽ ലെവലിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഒരു ഡയഗ്രമാണ്. ആക്ച്വലി ഇത് നമ്മുടെ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് ഫൺ ഫോർ ഹ്യൂമൻസ്, അതായത് ഹ്യൂമൻസിന് മനസ്സിലാക്കാനും എഴുതാനും എളുപ്പമുള്ള ലാംഗ്വേജ്, ഏറ്റവും നല്ലത് എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ടോപ്പിൽ വരുന്നതാണ് റൂബി, പൈത്തൺ, പേൾ, ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ. പക്ഷേ X ആക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് എഫിഷ്യൻറ്റ് ഫോർ കമ്പ്യൂട്ടേഴ്സ്, അതായത് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരുന്ന ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ C++ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറിൽ പെർഫോമൻസ് തരുന്ന ഒരു ലാംഗ്വേജ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വരുന്നത് ജാവയാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിയും C++ ഒക്കെ നമുക്ക് ഒരു വലിയൊരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോഡ് ഒരിക്കലും ഒരു ഡെവലപ്പർ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സിൻടാക്സ് C++ൻ്റെ ഒക്കെ സിൻടാക്സ് വലിയ വലിയ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഈ ഗോ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഈ റൂബി, പൈത്തൺ അങ്ങനത്തെ ഉള്ള ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല പെർഫോമൻസും അറ്റ് ദ സെയിം ടൈം സിൻടാക്സ് വൈസ് അത്ര കോംപ്ലിക്കേറ്റഡും അല്ലാത്ത ഒരു ലാംഗ്വേജ്. അപ്പോൾ അവിടെയാണ് ഗോ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊരു ജാവയിലൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ക്ലാസ് എഴുതിയിട്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഗോ എന്ന് പറയുന്ന ലാംഗ്വേജിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയില്ല. അതുപോലെ തന്നെ കീവേഡ്സ്, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ റിസർവ്ഡ് കീവേഡ്സ് ഏറ്റവും മിനിമലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഗോയിലാകെ ഒരേ ഒരു ലൂപ്പ് മാത്രമേ ഉള്ളൂ, അത് ഫോർ ലൂപ്പാണ്. മറ്റ് ലാംഗ്വേജിലെ പോലെ വയൽ ലൂപ്പോ ഡു വയലോ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തതാണ് ആക്ച്വലി ലാംഗ്വേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് കീവേഡ്സ് പഠിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഒരുപാട് മറ്റ് പല ലാംഗ്വേജിലും ഇല്ലാത്തതായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ് പല കമ്പനീസും ഇപ്പോൾ ഈ റൂബി, പൈത്തൺ അല്ലെങ്കിൽ PHP ആ ഒരു ലാംഗ്വേജിൽ നിന്നൊക്കെ ബാക്ക് എൻഡ് ഗോയിലേക്ക് പോർട്ട് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ അതുപോലെ തന്നെ ജാവയിൽ ഉള്ള കോഡ് നമുക്കിപ്പോൾ മെയിൻറ്റനബിലിറ്റി നോക്കുവാണെങ്കിൽ ജാവയിലെ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമാത്രമല്ല ഗോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗോ നമ്മൾ ഒരു സ്റ്റാറ്റിക്കലി ടൈപ്ഡ് കമ്പൈൽഡ് ലാംഗ്വേജാണ്. അതായത് നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്തിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ജനറേറ്റ് ചെയ്യുന്ന ബൈനറി എന്ന് പറയുന്നത് മറ്റ് ലാംഗ്വേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ സ്മോളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെർവറിലൊരു ഗോ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബൈനറി എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെർവറിൽ ഗോ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ഡയറക്റ്റാണ്. ആക്ച്വലി നമ്മളിവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പിൾ മാക്കോസ് ആയിരിക്കും. പക്ഷേ കോഡിങ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഗോ റൺ ചെയ്യാനായിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള വേർഷൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഗോയിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെയും ഗോ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിന് ഇവിടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോഡ് നമുക്ക് ലൈവായിട്ട് ബ്രൗസറിൽ കോഡ് എഴുതി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇത് നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ജനറേറ്റ് ആവുന്ന ലിങ്ക് നമുക്ക് ഒരു കോഡ് ഇപ്പോൾ ഒരു മറ്റൊരാളെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് ജനറേറ്റ് ആവും. അപ്പോൾ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സാമ്പിൾ കോഡ്സ് മറ്റ് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനായിട്ടും സാധിക്കും. ഇത് പെർമനൻ്റ്ലി ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ ഇതിന് വേറെ ചാർജോ അങ്ങനെയൊന്നുമില്ല, ഇത് ഫ്രീ ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. നമുക്ക് 5 lakhs അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. പക്ഷേ എന്നാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ ഒരു കാര്യം വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം ലോക്കൽ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു സീരീസിൽ ഫുൾ യൂസ് ചെയ്യാൻ പോകുന്നത് VS കോഡ് എന്ന് പറയുന്ന കോഡ് എഡിറ്ററാണ്. അപ്പോൾ ഇതും ഒരു ഓപ്പൺ സോഴ്സ് കോഡ് എഡിറ്ററാണ്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ കോഡിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കോഡ് എഡിറ്ററൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ ഒരു ഗോ ലാംഗ്വേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും കൂടാതെ ഈ ഒരു VS കോഡിൻ്റെ ലിങ്കും നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കോഡിങ് ഇത് ഏത് വേണമെങ്കിലും എഡിറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കലിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ PHPയോ അല്ലെങ്കിൽ പൈത്തനോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പറയുന്ന പോലെ ഗോ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .go എന്നതാണ് ഫയൽ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം ഹലോ വേൾഡ് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ബേസിക് കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗോ പ്രോഗ്രാം എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിലൊരു മെയിൻ പാക്കേജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ C ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാവയിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സിയിലേക്ക് പോലെ തന്നെ ഗോയിലും അത് വർക്ക് ചെയ്യണമെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ക് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ്. ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എക്സിക്യൂഷൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഫങ്ഷൻസ് ഉണ്ട് ഗോയിൽ. പ്രിൻ്റ് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിവിടെ ഫയൽ സേവ് ചെയ്തപ്പോൾ ഈ ഫോർമാറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് FMT എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ സേവിൽ VS കോഡ് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട്
ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാക്കേജസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഓരോന്ന് പഠിക്കുന്നതാണ്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഇതിൽ സെമിക്കോളൻ്റെ ആവശ്യമില്ല. സിഒ അല്ലെങ്കിൽ ജാവയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത പോലെ ഒരു സെമിക്കോളൻ ഇതിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. പിന്നെ സിയിലെ ഓൾമോസ്റ്റ് സിൻടാക്സ് സി ആയിട്ട് വളരെ സിമിലറാണ്. കേളി ബ്രാക്കറ്റ് തന്നെയാണ് നമ്മളൊരു ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മിനിമലായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ഒരു ഗോ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഗോ എന്ന് പറയുന്നത്, നമ്മൾ ഗോ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഗോ എന്ന് പറയുന്ന കമാൻഡ് ഇവിടെ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് ഗോ റൺ ആ ഒരു ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ബിൽഡ് എടുക്കാതെ, അതായത് കമ്പയർ ചെയ്ത് ബൈനറി ക്രിയേറ്റ് ചെയ്യാതാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റൺ എന്ന് പറയുന്ന ഒരു സബ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിൽഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഡെവലപ്മെൻറ്റ് ടൈമിൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ കമാൻഡ് മാത്രം മതിയാവും. ഗോ റൺ മെയിൻ ഡോട്ട് ഗോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. അപ്പോൾ ഇതിൽ പാക്കേജിൻ്റെ പേരാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പാക്കേജിൻ്റെ പേര് മെയിൻ ഇല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നതല്ല. അപ്പോൾ ഇതാണ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോ പഠിച്ചാലുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് നല്ല കമ്പനീസിൽ, ഇപ്പോൾ വലിയ കമ്പനീസിലൊക്കെ ഗോ അഡോപ്ഷൻ വളരെ കൂടുതലാണ്. അവർ ഓൾഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ മാറ്റി ഗോയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അങ്ങനെയാണ്. അപ്പോൾ APIs ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഗോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഓരോന്നായിട്ട് പഠിക്കാം.